Hello, my dear students. Welcome to Isaac's Physics Classroom. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ കൂളംസ് ലോ ആണ്. കൂളംസ് ലോയിലേക്ക് പോകുന്നതിന് മുന്ന് +1 ഫിസിക്സിലെ ഗ്രാവിറ്റേഷൻ എന്ന ചാപ്റ്റർ ഒന്ന് മൈൻഡിൽ ഉണ്ടാവുന്നത് നന്നായിരിക്കും. കാരണം യൂണിവേഴ്സൽ ലോസ് ഓഫ് ഗ്രാവിറ്റേഷനും കൂളംസ് ലോ ആയിട്ട് വളരെയേറെ കണക്ഷൻസ് ഉണ്ട്. അപ്പോൾ ആ ലോ ഒന്നുകൂടി മൈൻഡിലുണ്ടെങ്കിൽ ഈ ലോ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. എനിഹാവ്, കൂളം എന്ന് പറയുന്ന ചാർജിൻ്റെ യൂണിറ്റ് ആണ്. ശരിക്കും കൂളം എന്ന പേര് സയൻറ്റിസ്റ്റിൻ്റെ പേര് ഫുൾ നെയിം കൂളം എന്നല്ല, ചാൾസ് അഗസ്റ്റിൻ കൂളം എന്നാണ്. ഇൻ 1785 ദ ഫ്രഞ്ച് ഫിസിസ്റ്റ് Charles Augustin Coulomb experimentally measures the electric force between small charge spheres by using torsion balance. ടോർഷൻ ബാലൻസ് ഉപയോഗിച്ചുകൊണ്ട് ചെറിയ ചാർജ്ഡ് സ്പിയേഴ്സിലെ ഫോഴ്സ് അളക്കാൻ വേണ്ടി അളന്നിട്ടാണ് ഈ സാറ് കൂളംസ് ലോ കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ ആക്ച്വലി ടോർഷൻ പെൻഡിൽ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ സെൻസിറ്റീവ് ഡിവൈസ് ടു മെഷർ ഫോഴ്സ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇത് കഴിഞ്ഞിട്ട് ബ്രിട്ടീഷ് സയൻറ്റിസ്റ്റ് ഹെൻറി കാവൻഡിഷ് ഈ ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ചിട്ട് ന്യൂട്ടൺസ് ലോസ് ഓഫ് ഗ്രാവിറ്റി വെരിഫൈ ചെയ്യാൻ വേണ്ടി മുതിർന്നിട്ടുണ്ടായിരുന്നു. അതായത് ആ വാല്യൂ ഓഫ് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ് ക്യാപിറ്റൽ ജി, ആ ക്യാപിറ്റൽ ജിക്ക് ശരിക്കും കാവൻഡിഷ് ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. നമ്മൾ ക്യാപിറ്റൽ ജി ഫസ്റ്റ് ഇയറിൽ പഠിച്ച 6.674 × 10⁻11 മീറ്റർ ക്യൂബ് കിലോഗ്രാം (10⁻1 സെക്കൻഡ് (10⁻2) ആ വാല്യൂ. എനിഹൗ, he formulated his observation in the form of Coulomb's law, which is analog of Newton's laws of universal gravitational. അതാണ് ആ തുടക്കത്തിൽ തന്നെ പറഞ്ഞത്. കൂളംസ് ലോ എന്ന് പറയുന്നത് മെക്കാനിക്സിൽ വരുന്ന ന്യൂട്ടൺസ് ലോസ് ഓഫ് ഗ്രാവിറ്റേഷനിലെ വളരെയേറെ സിമിലർ ആയിട്ടുള്ളൊരു ലോ ആണ് കൂളംസ് ലോ എന്ന് പറയുന്നത്. സോ വിൽ ഗോ ടു ദ കൂളംസ് ലോ. അപ്പം എന്താ കൂളംസ് ലോ? കൂളംസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് the force of attraction or repulsion between two stationary point charges. ഓർക്കണം, stationary point charges, because we are discussing electrostatics. Stationary point charges, രണ്ട് ചാർജസ് തമ്മിലുള്ള അട്രാക്ഷൻ ഓർ റിപ്പൽഷൻ ഏതെങ്കിലും ഒന്നേ ഉണ്ടാവുള്ളൂ ഒരു സമയത്ത്. അതാണ് അട്രാക്ഷൻ ഓർ റിപ്പൽഷൻ എന്ന് പറയാൻ കാരണം. അട്രാക്ഷൻ ആൻഡ് റിപ്പൽഷൻ അല്ല, അട്രാക്ഷൻ ഓർ റിപ്പൽഷൻ ബിറ്റ്വീൻ ടു സ്റ്റേഷനറി ചാർജ് പാർട്ടിക്കിൾസ്. രണ്ട് സ്റ്റേഷനറി ആയ രണ്ട് Q1 Q2 എന്ന ചാർജ് പാർട്ടിക്കിൾ ഉണ്ട്. അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് r ആണ്. അപ്പോൾ ആ രണ്ട് ചാർജ് പാർട്ടിക്കിൾ തമ്മിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രൊഡക്റ്റ് ഓഫ് ദെയർ ചാർജസ്. അപ്പോൾ ചാർജിൻ്റെ കൂളം കൂടിക്കഴിഞ്ഞാൽ ഫോഴ്സ് കൂടും. കാരണം ഇറ്റ്സ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രൊഡക്റ്റ് ഓഫ് ദെയർ ചാർജസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ദൂരം കൂടുന്തോറും ഫോഴ്സ് കുറയും. മിക്ക ഫോഴ്സിൻ്റെയും ഇക്വേഷൻ ഇങ്ങനെയാണ്. നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ച F പ്രൊപ്പോർഷണൽ ടു m1 m2/r². മാഗ്നറ്റിക്സിലാണെങ്കിൽ F പ്രൊപ്പോർഷണൽ ടു P1 P2/r². അപ്പോൾ ഇത് ഇൻവേഴ്സ് സ്ക്വയർ ലോ ആണ്. This force is acting along the line joining the two charges. ഇനി ഈ ഫോഴ്സ് എങ്ങനെയാണ് ആ ലൈൻ, ആ ഡോട്ട് ലൈൻസിലെ ആ ലൈനിലെ ഫോഴ്സ് എക്സ്പീരിയൻസ് ഉണ്ടാവുള്ളൂ. കാരണം ഫോഴ്സ് മൊത്തം പ്ലെയിനിലല്ല എക്സ്പീരിയൻസ്ഡ് ആവുന്നത്. ദ ഫോഴ്സ് ഇസ് ആക്ടിങ് എലോങ് ദ ലൈൻ ജോയിനിങ് ദ ടു ചാർജസ്. അപ്പോൾ രണ്ട് ചാർജുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ആ ലൈനിലെ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുക. അപ്പോൾ രണ്ട് ചാർജ് പോസിറ്റീവ് ആണെങ്കിൽ അത് റിപ്പൾസീവ് ഫോഴ്സ് ആയിരിക്കും. ഇങ്ങനെയാണ് അതിൻ്റെ ഫോഴ്സ് ഡയറക്ഷൻ വരിക. ഇനി ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ് ആണെങ്കിൽ എന്താവും? അത് അട്രാക്റ്റീവ് ഫോഴ്സ് ആയിരിക്കും. അതിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസ് കൂടി നമുക്ക് ക്ലബ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കൂളംസ് ലോ നമുക്ക് പറയാം. ദാറ്റ് ഈസ് F പ്രൊപ്പോർഷണൽ ടു Q1 Q2/r², F പ്രൊപ്പോർഷണൽ ടു 1/r² കൂടി F പ്രൊപ്പോർഷണൽ ടു Q1 Q2/r². So the Coulomb's law states that the force of attraction or repulsion between two stationary point charges is directly proportional to the product of their charges and inversely proportional to the square of the distance between them. This force is acting along the line joining the two charges. ഇതാണ് complete form of Coulomb's law. Inverse square law in electrostatics. Inverse square law in electrostatic means Coulomb's law തന്നെയാണ്. ഇൻവേഴ്സ് സ്ക്വയർ ലോ എന്ന് പറയാൻ കാരണം Coulomb's law F പ്രൊപ്പോർഷണൽ ടു Q1 Q2/r² ആണ്. ഇൻവേഴ്സ് സ്ക്വയർ ലോ ആണ്. അതുകൊണ്ടാണ് Coulomb's law is also known as inverse square law in electrostatics. ഇനി നമുക്ക് ഇക്വേഷൻ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കി പോവാം. അപ്പോൾ F പ്രൊപ്പോർഷണൽ ടു Q1 Q2/r². അപ്പോൾ ആ പ്രൊപ്പോർഷണാലിറ്റി മാറ്റി നമ്മൾ ഈക്വൽ ടുയിലേക്ക് കൊണ്ടുവരും. പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആഡ് ചെയ്യും. സോ F ഈക്വൽ ടു K × Q1 Q2/r², where proportionality constant K is called electrostatic force constant. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം, കൺഫ്യൂസ് ആയി പോകരുത്. ഫസ്റ്റ് ഇയറിൽ പഠിച്ച ഫോഴ്സ് കോൺസ്റ്റന്റും ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കോൺസ്റ്റന്റ് രണ്ടാണ്. നമ്മൾ ഹൂക്സ് ലോയിലാണ് ഫോഴ്സ് കോൺസ്റ്റന്റ് പഠിച്ചത്. അതിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ ആണ്. ഈ ഫോഴ്സ് കോൺസ്റ്റന്റ് അതല്ല എന്ന് മനസ്സിലാക്കണം. ഇത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കോൺസ്റ്റന്റ് ആണ് K. അപ്പോൾ
The value of k depends on nature of medium in between the charges and the system of unit chosen to measure the force, charges and distance. ആ കെയുടെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഏത് മീഡിയത്തിലാണ് ചാർജ് വെച്ചിരിക്കുന്നത്, ഏത് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ആണ് നമ്മൾ ആ ചാർജിനും ഫോഴ്സിനും ഡിസ്റ്റൻസിനും കൊടുക്കുന്നത് അനുസരിച്ചിരിക്കും. SI യൂണിറ്റ് ആണോ CGS ആണോ. അപ്പോൾ ഒരു കാര്യം അതിൽ ഇത്രയും ഡെപ്തിൽ പോകണ്ട, ജസ്റ്റ് ഇത്ര മനസ്സിലാക്കിയാൽ മതി. ദ വാല്യൂ ഓഫ് കെ ഡിപ്പെൻഡ്സ് ഓൺ നേച്ചർ ഓഫ് മീഡിയം ഇൻ ബിറ്റ്വീൻ ദ ചാർജസ്. കാരണം പൊതുവെ നമ്മൾ SI യൂണിറ്റ് ആണല്ലോ എല്ലാത്തിലും ഇടുക, അപ്പോൾ അത് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. പക്ഷെ മനസ്സിലാക്കണം, SI യൂണിറ്റിൽ CGSയിലേക്ക് പോകുമ്പോൾ കെൻ്റെ വാല്യൂ മാറി വരും. അപ്പോൾ കെ എന്ന് പറയുന്നത് മീഡിയത്തിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ ഇത് യൂണിവേഴ്സൽ ഓഫ് ഗ്രാവിറ്റിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ഒരു ഡിഫറൻസ് ഇവിടെ വരുന്നത് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റിയിൽ ജി, ദാറ്റ് ഈസ് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ കോൺസ്റ്റൻറ്റ്, മീഡിയം ഡിപ്പെൻഡ് ചെയ്യില്ല. പക്ഷെ ഇവിടുത്തെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കോൺസ്റ്റൻറ്റ് മീഡിയത്തിനെ ഡിപ്പെൻഡ് ചെയ്യും. ഏത് മീഡിയത്തിലാണോ ചാർജ് ഇരിക്കുന്നത് അതിനനുസരിച്ച് ആ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് മാറിക്കൊണ്ടിരിക്കും. ഇനി ആ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കോൺസ്റ്റന്റ്, ആ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റിനെ കുറിച്ചാണ് നമുക്ക് ഇനി പറയാനുള്ളത്. സോ F equal to K Q1 Q2 by R square. So K is known as the electrostatic force constant if the charges are placed in free space, or that is vacuum. ഫ്രീ സ്പേസിലാണോ അല്ലെങ്കിൽ വാക്വത്തിലാണോ ചാർജ് വെച്ചിരിക്കുന്നതെങ്കിൽ ദ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് K become 1/4πε0. അപ്പോൾ ε0 ഒരു പുതിയൊരു വാക്ക് നമുക്ക് വരികയാണ്. അപ്പോൾ ചാർജുകൾ സ്പേസിൽ, ഫ്രീ സ്പേസിലാണ് വെച്ചിരിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ വാക്വത്തിലാണ് വെച്ചിരിക്കുന്നതെങ്കിൽ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് കെൻ്റെ വാല്യൂ 1/4πε0 ആവും. സോ വാട്ട് ഈസ് ε0? ε0 മീൻസ് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ് എപ്സിലോൺ. ഇനി ഈ പെർമിറ്റിവിറ്റിയെ കുറിച്ച് നമ്മൾ കുറേ ഡീറ്റെയിൽഡ് ആയിട്ട് മെൻഷൻ ചെയ്യും. പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. സോ വാല്യൂ ഓഫ് ε0 ഇൻ SI യൂണിറ്റ് ഈസ് 8.854 × 10⁻⁻12. ഇനി എന്ത് വേണം? യൂണിറ്റ് വേണം. നമ്മൾ ഓൾറെഡി പറഞ്ഞൊരു കാര്യമാണ്, പുതിയൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി പഠിക്കുമ്പോൾ അതിൻ്റെ യൂണിറ്റും ഡയമെൻഷൻസും ഒറ്റയടിക്ക് പഠിച്ചു വയ്ക്കുക. കാരണം സെക്കൻഡ് ഇയർ ടോപ്പിക്സിൽ അത് ഇമ്പോർട്ടൻ്റ് ആയ ഒരു വരുന്നൊരു വൺ വേർഡ് ക്വസ്റ്റൻ ആണ്. സോ വാട്ട്സ് ദ യൂണിറ്റ് ഓഫ് ε0? അതായത് വാട്ട്സ് ദ യൂണിറ്റ് ഓഫ് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് നമുക്ക് നോക്കാം. വി ഹാവ് ദ ഇക്വേഷൻ F proportional to Q1 Q2 by R square and proportionality constant is replaced as F equal to K Q1 Q2 by R square. സോ കെ നമുക്കറിയാം 1/4πε0 ആണ്. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇക്വേഷൻ എന്തായി? F equal to 1/4πε0 Q1 Q2 by R square. ഈ ഇക്വേഷന് ഡയമെൻഷൻ അനാലിസിസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ε0ൻ്റെ ഡയമെൻഷൻ കാണാം. എങ്ങനെയാണ് ഡയമെൻഷൻ കാണുക? ε0 ഡയമെൻഷനിലാണ് കാണേണ്ടത്. സോ ε0 is equal to 1/4πf Q1 Q2 by R square. ക്യൂവിൻ്റെ യൂണിറ്റ് അറിയാം, എഫിൻ്റെ യൂണിറ്റ് അറിയാം, ആറിൻ്റെ യൂണിറ്റ് അറിയാം. ക്യൂ എന്ന് പറയുന്നത് ചാർജാണ്, എഫ് എന്ന് പറയുന്നത് ഫോഴ്സ് ആണ്, ആർ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ആണ്. ചാർജിൻ്റെ യൂണിറ്റ് കൂളമാണ്, ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടനാണ്, ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ് മീറ്റർ ആണ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ക്യൂവിന് Q1 C കൊടുത്തു, Q2 C കൊടുത്തു. 1/4π യൂണിറ്റ് ഇല്ല, അതിന് യൂണിറ്റ് കൊടുത്തില്ല. എഫിന് ന്യൂട്ടൺ N കൊടുത്തു, ആറിന് മീറ്റർ സ്ക്വയർ കൊടുത്തു. സോ ഇറ്റ് കംസ് ഓൺ കൂളം സ്ക്വയർ N⁻⁻1 m⁻². അപ്പോൾ ε0ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 8.854 × 10⁻⁻12 കൂളം സ്ക്വയർ N⁻⁻1 m⁻² ആണ് ε0ൻ്റെ വാല്യൂ. ഇനി വാട്ട്സ് ദ ഡയമെൻഷൻ ഓഫ് ദാറ്റ്? കൂളം എന്ന് പറയുന്നത് AT ചാർജാണ്, ന്യൂട്ടൺ ഫോഴ്സ് ആണ് mL/T⁻², മീറ്റർ ലെങ്ത് ആണ് L. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ A² T² ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ m⁻⁻1 L⁻⁻1 T² വരാൻ കാരണം -2 × -1 ദാറ്റ് ഈസ് +2 ദെൻ L⁻². ഇനി എല്ലാ ടേമും ഗ്രൂപ്പ് ചെയ്യുക. M ഒന്നേ ഉള്ളൂ, m⁻⁻1, L⁻² ഉണ്ട്, L⁻⁻1 ഉണ്ട്. രണ്ടും കൂടി കൂട്ടുമ്പോൾ L⁻³ ആയി. ദെൻ T² T⁴ ആയി, ദെൻ A². സോ m⁻⁻1 L⁻³ T⁴ A² is the dimension of ε0, that is permittivity of free space. The dimension of permittivity of free space is equal to m⁻⁻1 L⁻³ T⁴ and A². അപ്പോൾ F എന്ന ഇക്വേഷൻ ഇതാണ് 1/4πε0 Q1 Q2 by R square. എപ്പോൾ ഇഫ് ദ ചാർജസ് ഈസ് പ്ലേസ്ഡ് ഇൻ ഫ്രീ സ്പേസ്, അതായത് വാക്വത്തിൽ വെച്ചിരിക്കുന്നതെങ്കിൽ 1/4πε0 Q1 Q2 by R square ആണ് ഇക്വേഷൻ. ഇനി ഇഫ് ദ ചാർജസ് ആർ പ്ലേസ്ഡ് അറ്റ് മീഡിയത്തിലാണെങ്കിലോ 1/4πε0 εr വരും. കാരണം εr എന്നൊരു ടേം അവിടെ അഡീഷണൽ വരികയാണ് മീഡിയം വരുമ്പോൾ.
അപ്പോൾ 1/4 പുറമേ ഒരു എപ്സിലോൺ ആർ കൂടി അഡീഷണൽ വരികയാണ്. അത് ഓരോ മീഡിയം വരുമ്പോൾ ആ മീഡിയത്തിൻ്റെ വാല്യൂക്കിനനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞത് ചാർജ് ഏത് മീഡിയത്തിലാണോ വെച്ചിരിക്കുന്നത് അതിനനുസരിച്ച് ഫോഴ്സ് മാറിക്കൊണ്ടിരിക്കും. സോ F is equal to 1/4 epsilon r Q1 Q2 by r square if the charges are placed at medium. ഇനി വാട്ട് ഈസ് എപ്സിലോൺ ആർ? റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം. അതിന് ഡയലക്ട്രിക് കോൺസ്റ്റന്റ് എന്നും വിളിക്കാറുണ്ട്. റിലേറ്റിവിറ്റി പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം ആണ്, ശ്രദ്ധിക്കണം. എപ്സിലോൺ 0 എന്ന് പറയുന്നത് പെർമിറ്റിവിറ്റി ഓഫ് വാക്വം ആണ്. എപ്സിലോൺ ആർ എന്ന് പറയുന്നത് റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം ആണ്. എപ്സിലോൺ ആർ ഈസ് ഈക്വൽ ടു എപ്സിലോൺ ബൈ എപ്സിലോൺ 0 ആണ്. ദാറ്റ് ഈസ് റിലേറ്റിവിറ്റി പെർമിറ്റിവിറ്റി ഈസ് ഈക്വൽ ടു പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം ഡിവൈഡഡ് ബൈ പെർമിറ്റിവിറ്റി ഓഫ് വാക്വം. അത് റേഷ്യോ ആണ്, റേഷ്യോ ഓഫ് സെയിം ക്വാണ്ടിറ്റി ആണ്. അതുകൊണ്ട് എപ്സിലോൺ ആറിന് ഡയമെൻഷനും ഇല്ല യൂണിറ്റും ഇല്ല. എപ്സിലോണിനും യൂണിറ്റ് ഉണ്ട്, എപ്സിലോൺ 0നും യൂണിറ്റ് ഉണ്ട്. രണ്ടിൻ്റെ യൂണിറ്റും സെയിം ആണ്. എപ്സിലോൺ ആർ, എപ്സിലോൺ 0 ഈ 3 ടേമും കറക്റ്റായിട്ട് മനസ്സിലായാൽ മാത്രമേ ഏതൊക്കെ മീഡിയത്തിൽ അപ്ലൈ ചെയ്യണം, എങ്ങനെയൊക്കെയാണ് ഇക്വേഷൻസ് വരേണ്ടത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവാൻ കഴിയുള്ളൂ. അപ്പോൾ അതിലേക്ക് നമുക്ക് പോവാം. സോ എപ്സിലോൺ 0 എന്ന് പറയുന്നത് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്, അല്ലെങ്കിൽ ഇതിന് നമുക്ക് പറയാം പെർമിറ്റിവിറ്റി ഓഫ് വാക്വം എന്ന് പറയാം. അപ്പോൾ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ഓർ പെർമിറ്റിവിറ്റി ഓഫ് വാക്വം എപ്സിലോൺ 0. ഇനി വാട്ട് അബൌട്ട് എപ്സിലോൺ ആർ? എപ്സിലോൺ ആർ എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം. അപ്പോൾ ആർ ഓർത്ത് വെച്ചാൽ മതി. ആർ റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം, ഓർ ഇതിന് വേറൊരു പേരാണ് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ്. പക്ഷെ ശ്രദ്ധിക്കണം, മീഡിയം എന്ന് പറയുമ്പോൾ വാക്വം ഒരു മീഡിയമാണ്, എയർ ഒരു മീഡിയമാണ്, വാട്ടർ ഒരു മീഡിയമാണ്. അപ്പോൾ എല്ലാത്തിനും എപ്സിലോൺ ആർ ഉണ്ട്. അപ്പോൾ എപ്സിലോൺ ആർ എന്ന് പറയുന്നത് റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം ആണ്. അപ്പോൾ ആർ എന്ന വാക്ക് ഓർത്ത് വയ്ക്കുക. ഇനി വി ഹാവ് എപ്സിലോൺ എന്ന് പറയുന്നത് പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം, മറ്റേത് റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം ആണ്. ഇതിൽ റിലേറ്റീവ് എന്ന വാക്കില്ല, സിമ്പിൾ. ഇപ്പോൾ ആർ ഒഴിവാക്കിയപ്പോൾ റിലേറ്റീവ് എന്ന വാക്ക് ഒഴിവാക്കി. പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം ഓർ എബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി. അപ്പോൾ പെർമിറ്റിവിറ്റി ഓഫ് മീഡിയത്തിൻ്റെ വേറൊരു പേരാണ് എബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി. അപ്പോൾ ഓർക്കാൻ എളുപ്പം എപ്സിലോൺ 0 ഒന്ന്. അപ്പോൾ 0 വരുമ്പോൾ ഫ്രീ സ്പേസ് എന്ന് ഓർത്ത് വയ്ക്കുക. എപ്സിലോൺ എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, അപ്പോൾ ജസ്റ്റ് സിംപ്ലി മീഡിയം മാത്രം. എപ്സിലോൺ ആകുമ്പോൾ 6 വന്നു, അപ്പോൾ റിലേറ്റീവ് പെർമിറ്റിവിറ്റി. അപ്പോൾ ഇങ്ങനെയാണ് ഓർത്ത് വയ്ക്കേണ്ടത്. പക്ഷേ ഇതിന് എപ്സിലോൺ എന്ന് പറയുന്നതിന് എബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി എന്ന് പറയും. എപ്സിലോൺ 0ന് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ഓർ പെർമിറ്റിവിറ്റി ഓഫ് വാക്വം എന്ന് പറയും. എപ്സിലോൺ ആർ എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്നാണ് പറയുക. റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം എന്നും പറയും, റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറയും. ഇനി ഈ ഇക്വേഷനിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് ഇതിന് മാറ്റം വരുന്നത് നമുക്ക് നോക്കാം. ഇഫ് ദ ചാർജസ് പ്ലേസ്ഡ് അറ്റ് മീഡിയം, വളരെ സിമ്പിളാണ് ഇക്വേഷൻ. F equal to 1/4 എപ്സിലോൺ 0 എപ്സിലോൺ ആർ Q1 Q2 by r സ്ക്വയർ. കാരണം മീഡിയം ആകുമ്പോൾ എപ്സിലോൺ ആർ വരും, വാക്വത്തിലാണ് എപ്സിലോൺ 0 വരുള്ളൂ. ശരിക്കും ആക്ച്വലി കൂളംസ് ലോൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഏത് ഇക്വേഷൻ ആണെങ്കിലും ഇവിടെ നിന്ന് എഴുതി തുടങ്ങാം. ശ്രദ്ധിക്കുക, F equal to 1/4 എപ്സിലോൺ Q1 Q2 by r സ്ക്വയർ. ആക്ച്വലി അതാണ് ഇക്വേഷൻ. ആ ഇക്വേഷൻ എന്നാണ് ആക്ച്വലി ഇതിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അത് ഫസ്റ്റ് തൊട്ട് ഇത് ഡിസ്കസ് ചെയ്യാത്തതിന് കാരണം കുറച്ചുകൂടി എളുപ്പം എങ്ങനെയാണ്. പക്ഷേ ഇത് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാനുള്ള കാരണം ചില കൺസെപ്ഷ്യൽ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമാണ്. അത് മനസ്സിലാവും നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുമ്പോൾ. അതായത് എപ്സിലോൺ എന്ന് പറയുന്നത്, അതായത് എബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത് റിലേറ്റീവ് പെർമിറ്റിവിറ്റി ടൈംസ് പെർമിറ്റിവിറ്റി ഫ്രീ സ്പേസ് ആണ്. അങ്ങനെയാണ് എപ്സിലോൺ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കിട്ടുന്നത്? എപ്സിലോൺ 0 എപ്സിലോൺ ആർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ആ ഇക്വേഷൻ കിട്ടിയത്. നമുക്കിനി ഒരു കാര്യം ചെയ്യാം, വാക്വം ആയിക്കോട്ടെ, എയർ ആയിക്കോട്ടെ, വാട്ടർ ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, നമുക്ക് ഈ ഇക്വേഷൻ വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1/4 എപ്സിലോൺ 0 എപ്സിലോൺ ആർ Q1 Q2 by r സ്ക്വയർ വെച്ച് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നോക്കാം. അപ്പോൾ ഫസ്റ്റ്, ഇഫ് ദ ചാർജസ് പ്ലേസ്ഡ് അറ്റ് ഫ്രീ സ്പേസ് ഓർ വാക്വം, ചാർജുകൾ വാക്വത്തിലാണ് വെച്ചിരിക്കുന്നതെങ്കിൽ എപ്സിലോൺ ആർ എന്ന് പറഞ്ഞ വാക്വത്തിന് 1 ആണ്. ഇപ്പോൾ ഇത് ഡിസ്കസ് ചെയ്യാനുള്ള കാരണമുണ്ട്. കാരണം പൊതുവെ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ ഒരിക്കൽ ചോദിച്ചപ്പോൾ മിക്ക കുട്ടികളും തെറ്റിച്ചാണ്. അതായത് വാട്ട് ഈസ് ദ റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് വാക്വം. അപ്പോൾ വാക്വത്തിൻ്റെ എന്ന വാക്ക് കേട്ട് പെർമിറ്റിവിറ്റി കേട്ടപ്പോൾ എല്ലാവരും എഴുതി വെച്ചു 8.854 × 10⁻12 കൂളം സ്ക്വയർ ന്യൂട്ടൺ ⁻1 മീറ്റർ ⁻2. തെറ്റി. കാരണം എന്തുകൊണ്ടാണ്? ആ ആൻസർ വരണമെങ്കിൽ ക്വസ്റ്റ്യൻ എന്തായിരിക്കണമായിരുന്നു? വാട്ട് ഈസ് ദ പെർമിറ്റിവിറ്റി ഓഫ് വാക്വം എന്ന് ചോദിച്ചാൽ 8.854 എഴുതാം. പക്ഷെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ റിലേറ്റിവിറ്റി പെർമിറ്റിവിറ്റി ഓഫ് വാക്വം ആണ്. അതിൻ്റെ ആൻസർ 1 ആണ്. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കാരണം. അപ്പോൾ വാക്വത്തിന് എപ്സിലോൺ ആർ 1 ആവും. അങ്ങനെയാണ് ഇക്വേഷൻ 1/4 എപ്സിലോൺ 0 Q1 Q2 by r സ്ക്വയർ ആവുന്നത്. അപ്പോൾ ഇക്വേഷൻ എന്താവും? എപ്സിലോൺ ആർ 1 ആവുമ്പോൾ 1/4 എപ്സിലോൺ 0 Q1 Q2 by r സ്ക്വയർ. അപ്പോൾ വാക്വത്തിന് അങ്ങനെയാണ് 1/4 എപ്സിലോൺ 0 Q1 Q2 by r സ്ക്വയർ ആവുന്നത്. ഇനി ഇഫ് ദ ചാർജസ് പ്ലേസ്ഡ് അറ്റ് എയർ,
എയറിലാണ് വെച്ചിരിക്കുന്നതെങ്കിലോ എപ്സിലോൺ ആർ റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് എയർ എന്ന് പറയുന്നത് 1.00054 ആണ്. ഇറ്റ്സ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1. അപ്പോൾ നമുക്ക് എന്ത് പറയാം, വാക്വത്തിൻ്റെ അതേ ഇക്വേഷനാണ് എയറിനും വരിക. പക്ഷെ വീണ്ടും 1.0054 പിന്നെ ആ ടേം അവിടെ ഡിസ്കസ് ചെയ്യാനുള്ള കാരണമുണ്ട്. അതെന്തിനാണ് ഡിസ്കസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇഫ് 2 ചാർജസ് പ്ലേസ്ഡ് അറ്റ് വാക്വം, ആ ചാർജുകൾ അങ്ങനെ ഡിസ്റ്റർബ് ചെയ്യാതെ അതിൻ്റെ ഡിസ്റ്റൻസോ ചാർജോ മാറ്റാതെ എയറിൽ കൊണ്ടുവച്ചു. ആദ്യം വാക്വത്തിൽ വെച്ചു, പിന്നെ എയറിൽ വെച്ചു. ഈ രണ്ട് കേസിൽ എവിടെയാണ് ഫോഴ്സ് കൂടുക? 1.0054 എന്ന കേസ് ഡിസ്കസ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഒറ്റയടിക്ക് പറയും ഇൻ 2 കേസസ് ദ ഫോഴ്സ് ആർ സെയിം. എന്തുകൊണ്ടാണ്? രണ്ടും ഒരേ ഇക്വേഷൻ അല്ലേ. പക്ഷെ മനസ്സിലാക്കണം, എയറിൻ്റെ കേസിൽ എപ്സിലോൺ ആർ 1.0054 ഉണ്ട്. അതുകൊണ്ട് ചാർജുകൾ വാക്വത്തിൽ വയ്ക്കുമ്പോൾ അത് തമ്മിൽ ഫോഴ്സ് നല്ല കൂടും, എയറിൽ വയ്ക്കുമ്പോൾ സ്ലൈറ്റ്ലി കുറച്ച് കുറയും. പക്ഷേ പ്രോബ്ലം പർപ്പസിലൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ എടുക്കുന്നത് 1/4πε0 ആണ്. പക്ഷെ അണ്ടർസ്റ്റാൻഡ് ലെവലിൽ വരുമ്പോൾ മനസ്സിലാക്കണം, വാക്വത്തിലാണ് ഏറ്റവും നല്ല ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുക, എയറിൽ വരുമ്പോൾ സ്ലൈറ്റ്ലി അത് കുറയും. ഇനി ഇഫ് ദ ചാർജസ് പ്ലേസ്ഡ് അറ്റ് വാട്ടറിലാണെങ്കിലോ ദ എപ്സിലോൺ ആർ എന്ന് പറയുന്നത് വാട്ടറിൻ്റെ 80 ആണ്. അപ്പോൾ വീണ്ടും ഫോഴ്സ് കുറയാണ്, കാരണം എപ്സിലോൺ ആർ പെർമിറ്റിവിറ്റി കൂടുന്തോറും ഫോഴ്സ് കുറയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താവും, ദ ഇക്വേഷൻ F = 1/4πε0 80, ദറ്റ് ഈസ് എപ്സിലോൺ ആർ വാട്ടറിൻ്റെ 80 ആണ്. Q1 Q2/r². ഇനി ശ്രദ്ധിക്കണം, വാട്ടർ 80 എന്ന് പറയുന്നത് നോർമൽ റൂം ടെമ്പറേച്ചർ കേസിലാണ്. ടെമ്പറേച്ചർ മാറുന്നതനുസരിച്ച് പെർമിറ്റിവിറ്റി മാറുകയും ചെയ്യും. ക്ലിയർ? അതേപോലെ തന്നെ 1/4πε0 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതിൻ്റെ ε0ൻ്റെ വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 8.854 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് കിട്ടും 1/4πε0 = 9 × 10⁻⁹ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ കൂളം (2). അപ്പോൾ 1/4πε0ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 9 × 10⁻⁹ ആണ്. അപ്പോൾ കൂളംസ് ലോ ഇനി എഴുതുമ്പോൾ ഇങ്ങനെ എഴുതിയാൽ മതി, F = 9 × 10⁻⁹ Q1 Q2/r². ദിസ് ഇസ് കൂളംസ് ലോ ഇൻ ചാർജസ് പ്ലേസ്ഡ് വാക്വം, എയർ ഓർ ഫ്രീ സ്പേസ്. ഇനി മീഡിയം ആണെങ്കിലോ 9 × 10⁻⁹ by Q1 Q2/r². ഇനി അതേപോലെ തന്നെ 1/4πε0 വേറെ ഇൻട്രസ്റ്റിംഗ് ആയ റിലേഷൻ ഉണ്ട്, ദാറ്റ് ഈസ് ഈക്വൽ ടു c²/10⁷. അപ്പോൾ c²/10⁷ നമുക്ക് ചെയ്താലും കിട്ടുന്നത് എത്ര? 9 × 10⁹ ആണ്. അപ്പോൾ 1/4πε0 is also equal to c²/10⁷, where c is the velocity of light in vacuum, that is 3 × 10⁸. അപ്പോൾ ഇത് നമുക്കൊരു കണക്ഷൻ കിട്ടുക. എന്താണ്? ഇലക്ട്രിക് ഫീൽഡും ഇലക്ട്രോമാഗ്നറ്റിക് വേവായ ലൈറ്റും തമ്മിലൊരു കണക്ഷൻ കിട്ടണം നമുക്ക്. ഇനി കുറേ കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ മ്യൂസിയർ വരും. അപ്പോൾ ലൈറ്റ് ഇസ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് നമുക്ക് അങ്ങനെ കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ലൊരു റിലേഷനാണ് ഇവിടെ നമുക്ക് വരുന്നത്. ഇനി ഇതോടൊപ്പം തന്നെ വേറൊരു കാര്യം ഇവിടെ എടുത്തു പറയേണ്ടത്, എയറിൻ്റെ 1.005 ആണ്, എപ്സിലോൺ ആർ 54 ആണ്, വാട്ടറിൻ്റെ 80 ആണ്. ഇനി മെറ്റലിൻ്റെ കേസിൽ ഇൻഫിനിറ്റി ആണ്. അപ്പോൾ പെർമിറ്റിവിറ്റി കൂടുന്തോറും ഫോഴ്സ് എന്താ ചെയ്യുക? കുറയുക ചെയ്യുക. അപ്പോൾ ആക്ച്വലി പെർമിറ്റിവിറ്റി എന്ന വാക്ക് ലിറ്ററലി മീനിങ് എന്താ? കടത്തി വിടുക എന്നാണ്. പക്ഷേ ഫിസിക്കൽ മീനിങ് എന്താ? ഫോഴ്സ് ലൈൻസിനെ കടത്തി വിടാതിരിക്കുക എന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു കൺസെപ്റ്റ് കൂടി ഇതിലുണ്ടെന്ന് മനസ്സിലാക്കുക. കാരണം എപ്സിലോൺ ആർ കൂടുന്തോറും ഫോഴ്സ് കുറയല്ലേ ചെയ്യുക. അപ്പോൾ പെർമിറ്റിവിറ്റി കൂടുന്തോറും ഫോഴ്സ് ലൈൻസ് എന്താ ചെയ്യുക? ഫീൽഡ് ലൈൻസ് എന്താ ചെയ്യുക? അതിലൂടെ കടത്തി വിടാനുള്ള ആ മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടി, ആ മീഡിയത്തിൻ്റെ പ്രോപ്പർട്ടി എന്താണ്? ഫോഴ്സ് ലൈൻ കടത്തി വിടില്ല എന്നാണ്. അപ്പോൾ പെർമിറ്റ് ചെയ്യില്ല എന്നാണ്. അപ്പോൾ പെർമിറ്റിവിറ്റി എന്ന് പറയുമ്പോൾ കടത്തി വിടുക എന്നാണ് ഇംഗ്ലീഷ് മീനിങ് എങ്കിൽ, ഫിസിക്സിൽ മീനിങ് വരുന്നത് കടത്തി വിടാതിരിക്കുക എന്നൊരു മീനിങ് ആണ്. നേരെ ഇൻവേഴ്സ് മീനിങ് ആണ്. അതുകൊണ്ടാണ് അത് 1/, എന്ന് പറഞ്ഞ് താഴെ കിടക്കാനുള്ള കാരണം. ഇനിയാവും. അപ്പോൾ ഇത്രയാണ് കൂളംസ് ലോനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ വളരെ ഫണ്ടമെൻ്റലായിട്ട് പറയുകയാണെങ്കിൽ കൂളംസ് ലോ എന്ന് പറയുന്നത് F = 1/4πε0 Q1 Q2/r² if the charge is placed at free space or vacuum and air. If the charge is placed medium, the equation become 1/4πε0 Q1 Q2/r². ഇത്രയാണ്. ഇനി ഇതേപോലെ നമുക്ക് ലിമിറ്റേഷൻ ഡിസ്കസ് ചെയ്യാണ്ട് കൂളംസ് ലോൻ്റെ. അപ്പോൾ കൂളംസ് ലോയുടെ ലിമിറ്റേഷനിലേക്ക് വരുമ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണ്? ദ കൂളംസ് ലോ ഈസ് ഓൺലി ആപ്ലിക്കബിൾ ഫോർ സ്റ്റേഷനറി പോയിന്റ് ചാർജസ്. അതിൻ്റെ ഡെഫിനിഷനിൽ നമ്മൾ പറഞ്ഞത് ഫോർ ദ അട്രാക്റ്റീവ് റിപ്പൾഷൻ ബിറ്റ്വീൻ 2 സ്റ്റേഷനറി ചാർജ് പാർട്ടിക്കിൾ. അപ്പോൾ സ്റ്റേഷനറി റെസ്റ്റിലിരിക്കുന്ന ചാർജ് പാർട്ടിക്കിൾക്ക് മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ കഴിയുള്ളൂ. ആൻഡ് ഓൾസോ പോയിന്റ് ചാർജസ്, അതായത് ഡിസ്റ്റൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ സൈസ് ഓഫ് ദ ചാർജസ് വളരെ ചെറുതായിരിക്കും, എങ്കിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ഓൾസോ ഈ 10⁻⁻15 റേഞ്ചിൽ വരുമ്പോൾ അവിടെ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ഡോമിനേറ്റ് ചെയ്യും. അവിടെ കൂളംസ് ലോ നമുക്ക് എന്ത് ചെയ്യില്ല? ഒബേ ചെയ്യില്ല. അപ്പോൾ അതൊക്കെ ലിമിറ്റേഷൻസ് ആണ്. ആൻഡ് ഓൾസോ ചാർജ് ഹാസ് ആർബിട്രറി ഷേപ്പും സൈസും ആണെങ്കിൽ ഡിസ്റ്റൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അവിടെ നമുക്ക് കൂളംസ് ലോ എന്ത് ചെയ്യാൻ പറ്റില്ല? പിന്നെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കൂളംസ് ലോയിൽ ഏറ്റവും ശരിക്കും മനസ്സിലാക്കി പഠിക്കേണ്ട എപ്സിലോൺ ആർ എന്ന ടേമാണ്. അപ്പോൾ എപ്സിലോൺ ആർ ടേം 80 എന്നൊക്കെ വാട്ടറിന് പറയുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും. എന്താ എപ്സിലോൺ ആർ 80 എന്ന് പറയുമ്പോൾ വാട്ടറിന് മനസ്സിലാക്കേണ്ടത്? അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ഓഫ് വാട്ടർ ഈസ് അബൌട്ട് 80 times greater than the absolute permittivity of free space എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആ പെർമിറ്റിവിറ്റി എന്ന വാക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. കാരണം കൂളംസ് ലോയിൽ അതിനാണ് കൂടുതലായിട്ട് നമുക്ക് എംഫസൈസ് ചെയ്ത് പഠിക്കേണ്ടത് കാര്യം. അപ്പോൾ
താങ്ക് യു ഫോർ വാച്ചിങ് ഇസാക്സ് ഫിസിക്സ് ക്ലാസ് റൂം. താങ്ക് യു.